Come with me to Psalm 65. 65-ാമത്തെ സങ്കീർത്തനം. This is a psalm of David, and it is a psalm that he wrote in connection to harvest. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. കൊയ്ത്തിനോട് ബന്ധപ്പെട്ടാണ് അതിനകത്തെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. And if you think about harvest or agriculture, it is seasonal, and this entire season runs around the year. കൊയ്ത്ത് എന്നുള്ളത് ഒരു സീസൺ അനുസരിച്ചുള്ളതാണ്. ആ കാലഘട്ടം മുഴുവൻ, കൊയ്ത്തിന്റെ കാലഘട്ടം മുഴുവൻ കൊയ്ത്തിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന സമയമാണ്. We can take this as a psalm for the new year. പുതിയ വർഷത്തേക്കുള്ള ഒരു സങ്കീർത്തനമായിട്ട് ഇതിനെ നമുക്ക് എടുക്കാം. Yes, the year is unfolded and a month has passed away. കാലങ്ങൾ കഴിഞ്ഞുപോയി, മാസം കഴിഞ്ഞുപോയി. But yet, I just want to remind you of the blessings that the Lord has bestowed upon us as an assembly for this new year 2024. 2025 എന്നുള്ള ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന ഒരു വർഷമായിട്ട് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. It's a short psalm, so we'll read this together. Psalm 65. 65-ാം സങ്കീർത്തനം ചുരുക്കം വാക്യങ്ങൾ മാത്രമുള്ള ഒരു സങ്കീർത്തനമാണ്. നമുക്കത് പ്രാരംഭത്തിൽ ഒന്ന് വായിക്കാം. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവരെ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാണ്. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ ബലമരക്കി കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂസിമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമനത്തിൻ്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ച് നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ഈ വേദഭാഗത്തിലൂടെ ദൈവത്തെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ഈ സങ്കീർത്തനം നമുക്ക് ഒന്നിച്ച് ചിന്തിച്ച് മുമ്പോട്ട് പോകാം. And in doing so, first of all, I want to qualify this as a psalm for the New Testament assembly, that is you and me. ഞാനും നിങ്ങളുമായിരിക്കുന്ന പുതിയ നിയമ സഭയോട് ബന്ധപ്പെട്ട് ഈ സങ്കീർത്തനത്തെ ഞാനൊന്ന് സാദൃശ്യപ്പെടുത്തുകയാണ്. And then look at some of the spectacular thoughts concerning a New Testament assembly that is embedded in this psalm. ഈ സങ്കീർത്തനത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പുതിയ നിയമ സഭയോട് ബന്ധപ്പെട്ട് നാം കാണേണ്ട ചില കാര്യങ്ങൾ ആണ് ചിന്തിക്കുന്നത്. As I said, this is a psalm for the new year. പുതുവർഷത്തേക്കുള്ള ഒരു സങ്കീർത്തനമാണ് എന്ന് ഞാൻ ഓർമ്മിച്ചു. We'll break it down from down upward. നാം അതിന്റെ അവസാന ഭാഗത്തു നിന്ന് മുകളിലേക്കാണ് ചിന്തിക്കുന്നത്. Verse 7 we have the mention of the year. കാലത്തെക്കുറിച്ച് അല്ലെ വർഷത്തെക്കുറിച്ചുള്ള ഒരു പരാമർശനം 7-ാം വാക്യത്തിലുണ്ട്. Thou crownest the year with thy goodness, and thy path drop fat. 11-ാമത്തെ വാക്യം, നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. Now notice that this is what the psalmist is saying to the Lord. സങ്കീർത്തനക്കാരൻ കർത്താവിനോട് പറയുന്ന വാക്കുകളാണ്. In other words, it's the wish and the blessings that the psalmist is giving to the Lord. കർത്താവിനോട് പറയുന്ന സങ്കീർത്തനക്കാരന്റെ ചില കാഴ്ചപ്പാടുകളാണ്. Unlike the New Year wishes that we give to one another, അന്യോന്യം പുതുവത്സര ആശംസകൾ നൽകുന്ന നിലയിലുള്ള വാക്കുകളല്ല. Here the psalmist is wishing the Lord that we would crown this year with all his abundance and blessing. ദൈവത്തോട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ സംവത്സരത്തെ നിന്നെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു എന്ന്. So truly when we think of it, in this year, in this time when we see things are coming to an end or things are not in our control, the Lord has blessed us with another year where he is going to build and fulfill his purpose. നമ്മുടെ ജീവിതത്തിലെ കാലങ്ങളും ദിവസങ്ങളൊക്കെ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ പിടിയിൽ ഒതുങ്ങാതെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ പോകുന്ന ആ കാലങ്ങളൊക്കെ കഴിഞ്ഞ് ദൈവം പുതുവത്സരം തന്ന് ഇടപെടുന്ന ഒരു വർഷത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുകയാണ്. And this new year is his new year, and he is going to make
this year prosperous for himself, and in doing so, we will come into his blessings. ഇവിടെ നീ സംവത്സരത്തെ അനുകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിലൂടെ നിന്റെ വർഷം യഹോവയുടെ വർഷമാണ്, ദൈവമാണ് അടുത്ത വർഷത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതും കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതും ആ നിലയിൽ നമ്മെ മുൻപോട്ട് നടത്തുന്നതും. And we've all been preserved. Our life has been preserved to the land of the living. നാം ജീവിക്കുന്ന ദേശത്ത് നമ്മുടെ ജീവിതത്തെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നു. And he's brought us into a new year with his blessing. ദൈവത്തിന്റെ പുതിയ അനുഗ്രഹങ്ങൾ തന്ന് ഒരു പുതുവർഷത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നു. Notice his verse 11. 11ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. Concerning the Lord, the year is the Lord's. പുതുവത്സരം എന്ന് പറയുന്നത് യഹോവ തരുന്ന വർഷമാണ്, ദൈവത്തിന്റെ വർഷമാണ്. And it reads that thy path drops goodness. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. In other words, the path that the Lord takes, as he takes, he drops goodness, and this is a goodness that you and I need to uphold. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിക്കേണ്ടത് ദൈവം അനുവദിച്ചു തരുന്ന വഴികളിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ അവിടെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ്. So where is the path of the Lord moving at this time? ഈ കാലത്ത് ദൈവത്തിന്റെ വഴികൾ ഏത് ദിശയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? When the Lord came, his path was in the land of Israel, in Galilee, and all the places he walked. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന സമയത്ത് ഗലീലയിലും യെരൂശലേമിലും ഒക്കെയായി താൻ കടന്നുപോയ വഴികൾ നമുക്ക് കാണാം. And as he walked around, he blessed and he healed and he forgave. താൻ കടന്നുപോയ വഴികളിലൊക്കെ താൻ ആളുകളെ ക്ഷമിച്ചു, രോഗികളെ സൗഖ്യമാക്കി, പ്രയോജനകരമായ നിലയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു മുന്നോട്ട് പോയി. All those who came in contact with his path were blessed by the Lord. തന്റെ വഴികളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രയോജനവും അനുഗ്രഹങ്ങളും ലഭിച്ചു എന്ന് കാണാം. But now where his path is trotting. എന്നാൽ ഇപ്പോൾ തന്റെ വഴികൾ ഇതിലേ കൂടിയാണ്, ഏത് പാതയിലൂടെയാണ് താൻ മുൻപോട്ട് പോകുന്നത്? Let me show you his path in this present time of grace while we are waiting for his coming. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വഴികൾ, പാതകൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. Come with me to Revelation chapter 2. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. I'll just read verse 1 there. Unto the angel of the church of Ephesus write, these things saith he that holdeth the 7 stars in his right hand, who walketh in the midst of the 7 golden candlestands. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, who walketh in the midst of the 7 golden sticks. 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. That is where his footstep is. അവിടെയാണ് കർത്താവ് ഇന്ന് നടക്കുന്നത്. The golden stand candlestick is represents the New Testament assembly. ഈ 7 പൊന്നിലവിളക്കുകൾ എന്ന് പറയുന്നത് 7 പുതിയ നിയമസഭകളെ സൂചിപ്പിക്കുന്നത്. So it is in the New Testament assembly, like here, Puthupalli assembly, that the steps of the Lord is trotting. നമ്മുടെ കർത്താവിന്റെ പാതകൾ മുൻപോട്ട് പോകുന്നത്, കർത്താവ് നടക്കുന്നത് നമ്മുടെ പുതുപ്പള്ളി സഭ പോലെയുള്ള പുതിയ നിയമസഭയിലാണ് ഇന്ന്. It is here that the goodness of his blessing is going to fall. അവിടെയാണ് യഹോവയുടെ നന്മ പുഷ്ടി പൊഴിക്കുന്നത്, അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നത്. And if we are here, we can gather those goodness for ourselves. നമുക്കായിട്ട് ദൈവത്തിന്റെ ആ നന്മകളെ നമുക്ക് സ്വീകരിക്കാം. So you can see that this psalm is very much for you and me. ഈ സങ്കീർത്തനം നമ്മോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. Now as you come down, break down into that, in that context, he refers to a sort of an irony here. നമ്മൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ സങ്കീർത്തനത്തെ വായിച്ച് മുൻപോട്ട് പോയാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. Verse 12, quite a contrary statement he makes. 12ാമത്തെ വാക്യത്തിൽ അല്പം വൈരുദ്ധ്യമെന്ന് തോന്നുന്ന ഒരു പ്രസ്താവനയാണ്. They drop, that is, his goodness is dropping. Where in നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു, അത് എവിടെ എന്ന് അടുത്ത വാക്യത്തിൽ പറയുമ്പോൾ, on the pastures of the wilderness. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. Pastures of this wilderness, these are 2 contrary ideas or places. ഇത് വൈരുദ്ധ്യമെന്ന് തോന്നാവുന്ന 2 സ്ഥലങ്ങളാണ്. In the wilderness there is no pastures. മരുഭൂമിയിൽ പുൽപ്പുറങ്ങളില്ല. I was in Rajasthan the other day. ഈ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ കടന്നുപോയി. It was a dry land there. There was no greenery around. അവിടെയുള്ള മരുഭൂമികൾ ഉണങ്ങി വരണ്ട് കിടക്കുന്നതാ, പച്ചപ്പൊന്നും അവിടെ കാണാനില്ല. Here we see the scripture says, the psalmist says, a pasture in the wilderness. എന്നാൽ ഇവിടെ സങ്കീർത്തനകാരൻ പറയുന്നു മരുഭൂമിയിൽ പുൽപ്പുറങ്ങളുണ്ട്. Let me show you where that is in the word of God. ദൈവവചനത്തിൽ അത് എവിടെ വേറെ കാണുന്നു എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. Come with me to 1 Kings 17 and verse 3. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. These are well-known passages, but for the sake of I thought I just want to read that one verse. നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗങ്ങളാണ്. എന്നാൽ ഈ വേദഭാഗം ഈ ആശയം മനസ്സിലാക്കത്തക്ക നിലയിൽ ഒരു വാക്യം മാത്രം വായിക്കുന്നു. 17 and verse 3.
17-ാം അധ്യായത്തിന്റെ 1 രാജാക്കന്മാർ 17:3. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. Oh, here we have the type and a picture of a New Testament assembly. പുതിയ നിയമസഭയുടെ ഒരു ചിത്രം ഇവിടെ നമുക്ക് കാണാം. We know the context of it. Elijah was sent to Brook Cherith. കെരീത്ത് തോട്ടിലേക്ക് ഏലിയാവിനെ വിട്ടിരിക്കുന്നു. And there he was to abound while there was this drought spell in the land of Israel. അവിടെ വരൾച്ചയുടെ സമയമാണ്, പക്ഷേ ഏലിയാവിനെ ദൈവം അവിടെ കാക്കുന്നു. So Brook Cherith was a place of abode for Elijah. ഏലിയാവിനെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് ആ കെരീത്ത് തോട് നമുക്ക് കാണാം. And to look and to explain Brook Cherith, this was a brook that drove the waters from the entire land of Canaan and then flowed it into the river Jordan. കനാനിലേക്കുള്ള വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമായിട്ടും പിന്നീട് യോർദാനിലേക്ക് അത് ഒഴുകിപ്പോകുന്നതുമായ ഒരു പ്രദേശമായിട്ട് കെരീത്ത് തോട്ടിനെ കാണാം. It was a seasonal brook. അത് കാലഘട്ടം അനുസരിച്ച് അല്ലെ സീസൺ അനുസരിച്ചുള്ള ഒരു തോടാണ്. As the drought intensified, the brook gradually dried out. വരൾച്ച കൂടുന്തോറും ഈ കെരീത്ത് തോട്ടും അതും വെള്ളമില്ലാതാകും. But when the brook dried up, we know that the Lord took Elijah to Zarephath, which is another type of a New Testament assembly. അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ സരഫാത്തിലേക്ക് ഏലിയാവിനെ പറഞ്ഞയക്കുകയാണ്. 2 or 3 are gathered together. 2-3 പേര് കൂടുന്നിടത്ത് കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പുവരുന്നു. God looked after Elijah. ദൈവം ഏലിയാവിനെ But സംരക്ഷിക്കുന്നു. in Nazareth, he had the comfort and the care of a New Testament picture of a New Testament assembly. പുതിയ നിയമസഭയുടെ ഒരു ചിത്രം എന്നതുപോലെ ഈ കെരീത്തിൽ ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കുന്ന ഏലിയാവിനെ നാം കാണുന്നു. As the water flowed over the water, the moisture allowed an oleander carpet type of flowers to grow. അവിടെ ആ തോട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്നതിന്റെ ഫലമായി പല വിധത്തിലുള്ള വൃക്ഷങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ വെള്ളം ലഭിച്ച് അത് ഫലം പുറപ്പെടുവിക്കുന്നു. And there was a particular flower plant called oleander which had these white flowers. ഓക്കെ, ഒരു പ്രത്യേക ചെടിയുടെ പൂവ് അതിന് ആവശ്യമായ വെള്ളം ലഭിക്കുകയും അതിന്റെ ഫലമായിട്ട് അത് ഫലകരമായി തീരുകയും ചെയ്യുന്നു. And it created a white carpet around the Brook Cherith. കെരീത്ത് തോടിന്റെ ചുറ്റും ഒരു വെള്ള കാർപ്പറ്റ് ഇട്ടിരിക്കുന്ന നിലയിലുള്ള നല്ല ഒരു അനുഭവം. The purity of a New Testament assembly. പുതിയ നിയമസഭയുടെ നൈർമല്യത അത് സൂചിപ്പിക്കുന്നു. And under the purity of the assembly, the Spirit of God is abundantly flowing. അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഒഴുക്ക് അനുഭവിക്കാനും കാണാനും കഴിയുന്നു. Then there was this oak tree, very old aged oak tree that stood strong and tall. അവിടെ വളരെ ബലമുള്ള വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഓക്ക് മരങ്ങൾ ധാരാളമുണ്ട്. There were fruit trees that Elijah could eat of. അവിടെയുള്ള ഫലങ്ങളുള്ള സസ്യങ്ങളിൽ നിന്ന് ഏലിയാവിന് ഭക്ഷണം കഴിക്കാം. So everything that Elijah needed for his spiritual well-being was there in Brook Cherith. ഈ കെരീത്ത് തോട്ടങ്ങൾ ഏലിയാവിന് ആവശ്യമായുള്ളതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. And then God sent his raven day after day with bread. അവിടെ അപ്പവുമായിട്ട് എല്ലാ ദിവസവും ദൈവം കാക്കയെ അയച്ചു. Notice the 2 aspects of life for Elijah at Brook Cherith. ഈ കെരീത്ത് തോട്ടങ്ങൾ ഏലിയാവിന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത അനുഭവം ഒന്ന് ശ്രദ്ധിക്കുക. Whatever he needed for his emotional and spiritual need was there in Brook Cherith. ഈ കെരീത്ത് തോട്ടങ്ങൾ തന്റെ വൈകാരികമായ ആത്മീയമായ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം അവിടെ ഉണ്ട്. He was to draw all his spiritual well-being from Brook Cherith. അവിടെ നിന്നുള്ള എല്ലാ ആത്മീയമായ ഊർജവും തനിക്ക് നേടിയെടുക്കാം. But his physical need was met by the raven coming day after day with food. എന്നാൽ ദൈനംദിനം തന്റെ ഭൗമിക ആവശ്യത്തിനുള്ളത് ശാരീരിക ആവശ്യത്തിനുള്ളത് ദൈവം കാക്കയാൽ അവിടെ കൊടുക്കുകയാണ്. This is how the Lord preserves us as an assembly. ഒരു സഭ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ സംരക്ഷണം ഈ വിധത്തിലാണ്. Everything spiritual, everything emotional that we need is available here, and the goodness of our Lord will fulfill that for us. ദൈവത്തിന്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ആവോളം അനുഭവിക്കത്തക്ക നിലയിൽ എല്ലാം ഇവിടെ ഉണ്ട്, ആത്മീയവും വൈകാരികവുമായ ആവശ്യങ്ങൾക്കുള്ളത്. But for our material needs, be it our home, be it our vehicle, be it our job, amazingly God provides for us like a raven that comes day after day. എല്ലാ ദിവസവും കാക്കയിലൂടെ ഏലിയാവിനെ അപ്പം കൊടുത്ത് സംരക്ഷിച്ചതുപോലെ നമ്മുടെ ഭൗമിക ആവശ്യങ്ങൾക്കുള്ളത്, ജോലിയാകട്ടെ വാഹനങ്ങളാകട്ടെ, ആ നിലയിലുള്ള ഭൗമിക ആവശ്യങ്ങൾക്കുള്ളത് ദൈവം കരുതുകയും ചെയ്യുന്നു. Elijah had to be at Brook Cherith. ഏലിയാവ് ആ കെരീത്ത് തോട്ടത്തിലായിരിക്കണം. He didn't have to worry about from where the raven got his എവിടെ നിന്ന് അപ്പവുമായി കാക്കയെ വരുമെന്നുള്ളത് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. He didn't have to go after the raven. ആ കാക്കയെ അന്വേഷിച്ച് താൻ പോകേണ്ടതില്ല. The raven brought food every day. എല്ലാ ദിവസവും കാക്ക അപ്പവുമായിട്ട് വരും. And this is the principle, beloved.
ഇതാണ് പ്രമാണം. Our spiritual home is the New Testament assembly while we wait for the Lord. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന പുതിയ നിയമ സഭ, അവിടെയാണ് നമുക്ക് ഈ അനുഗ്രഹം. It is here that our well-being is going to be looked after and maintained by the Lord Himself. ദൈവത്താൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടു പോകേണ്ടുന്ന സ്ഥാനം ഇതാണ്. So it is important that we find ourselves here every time the Lord's people gather together. ദൈവജനം കൂടി വരുന്ന സമയത്ത് നാം ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. Because we are gathering the goodness from His footstep. തന്റെ പാതയിൽ നിന്നുള്ള നന്മകൾ നാം അനുഭവിക്കുവാൻ ആവശ്യമായ സ്ഥാനം. Be it on a Sunday meeting, be it on a Tuesday meeting, it is here the footstep the Lord is prodding. ഞായറാഴ്ച, ചൊവ്വാഴ്ച, മറ്റു ദിവസങ്ങളിലുമുള്ള നമ്മുടെ കൂടിവരവുകൾ അത് ദൈവത്തിന്റെ പാതയാണ്. ആ പാതയിൽ നിന്ന് നാം ദൈവത്തിന്റെ നന്മകൾ സ്വീകരിപ്പാൻ കടന്നു വരിക. We don't have to go out into the world to look after the bread that the raven will bring. കാക്ക അപ്പം കൊണ്ടുവരുന്നത് നോക്കി പുറത്തേക്ക് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല. We don't have to say that I'm obligated to my office, my company or my business. എന്റെ ജോലി, എന്റെ ഓഫീസ്, എന്റെ കാര്യങ്ങൾ, അതിനോടാണ് എനിക്ക് കൂടുതൽ കടപ്പാട് എന്ന് പറയുവാൻ ആവശ്യമില്ല. That is all taken care by the Lord Himself. അതെല്ലാം ദൈവം നോക്കിക്കൊള്ളും. But what He wants us and you and me to do is to be found in the brook Cherith. എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഏലിയാവ് കെരീത്ത് തോട്ടങ്കൽ ആയിരുന്നത് പോലെ ദൈവസഭയിൽ നാം ആയിരിക്കുക എന്നുള്ളതാണ്. So our excuse of our job, our studies and all those things is invalid. അതിന് ഒഴിവുകഴിവുക ആയിട്ട് നാം പറയുന്ന പഠിത്തമാകട്ടെ, ജോലിയാകട്ടെ, ഒന്നും വില പോകുന്നതല്ല. We need to find ourselves here. That is where the blessings of this new year is going to be found. പുതിയ വത്സരത്തിൽ നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കാൻ കഴിയുന്ന സ്ഥാനം ദൈവസഭയും സഭയുടെ കൂടിവരവുകളുമാണ്. Think about it. അതേക്കുറിച്ച് ചിന്തിക്കുക. If Elijah was anywhere other than outside Cherith, ഈ കെരീത്തിന് പുറത്ത് വേറെ എവിടെയെങ്കിലും ആയിരുന്നു എന്ന് കരുതിയ ഏലിയാവ്, it was sure death for Elijah. ഏലിയാവ് ജീവിതം തന്നെ He would അപകടത്തിലാകുമായിരുന്നു. have died without food and with his enemies. ഭക്ഷണം ലഭിക്കാതെ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട ഒരുപക്ഷെ ജീവൻ തന്നെ പോകുവാൻ The സാധ്യതയുണ്ടായിരുന്നു. only place that was safe for Elijah was brook Cherith. ഏലിയാവിന് സുരക്ഷിതത്വം ലഭിക്കുന്ന ഏക സ്ഥാനം ആ കെരീത്തുമാണ്. Likewise, beloved, the only place in this world, as we see the things of this world getting more hard and violent against the New Testament assembly, it is here the Lord is going to preserve us. ലോകവും ലോകത്തിലുള്ളതെല്ലാം സഭയ്ക്ക് എതിരായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസഭയ്ക്കകത്താണ് ദൈവജനത്തിന്റെ സുരക്ഷിതത്വവും നന്മയും. May the Lord help us to find ourselves in His presence week after week, day after day. ദിനം തോറും ആഴ്ചതോറും ദൈവസന്നിധിയിലെ ആ സാന്നിധ്യം അനുഭവിച്ച് തന്നെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ Let's സഹായിക്കും. move up the chapter to verse 4. 4-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. Blessed is the man whom thou choosest. നിന്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Oh, consider the quote contained here. Blessed is the man that the Lord has chosen. ദൈവം തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Oh, we have not come here. നാം തനിയെ വന്നതല്ല. If we had come here by ourselves on our own accord, I don't think we would have survived the living God. നാം നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മൾ ശ്രമിച്ചാണ് കടന്നു വന്നിരുന്നതെങ്കിൽ നമുക്ക് നിലനിൽപ്പ് അസാധ്യമാകുമായിരുന്നു. Think about what happened in Mount Sinai. എന്താണ് സിയോൻ മലയിൽ സംഭവിച്ചത്? The children of Israel had to prepare themselves. ദൈവജനം ഇസ്രായേൽ അവർ തങ്ങളെ തന്നെ ഒരുക്കേണ്ട ഒരു സമയം. They were asked not to touch the mountain. ആ മലയിൽ അവർ തുടരുത്. Not even any animals or the birds were to touch the mountain. ആ മൃഗങ്ങൾ, പക്ഷികളൊന്നും അവിടെ തുടരുത്. And then God called Moses to come up the mountain. അവിടെ നിന്ന് മോശയെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നു. You know, that is quite a fearful thing that Moses did. Only Moses was allowed to come in. മോശ മാത്രമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അനുവദിക്കപ്പെട്ടത്. അത് God chose Moses to come forward to him. അവിടെ നിന്ന് പുറത്തേക്ക് വരുവാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. When it comes to New Testament, we have all been chosen to come into His holy presence. ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. Through the Lord Jesus Christ, we have access to His very holy presence. ദൈവത്തിന്റെ വിശുദ്ധ സന്നിധിയിൽ ക്രിസ്തുവിലൂടെ പ്രവേശനം ലഭിച്ചവരാണ് നാം. Watch and read about the order of partaking the table. കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിനോട് ബന്ധപ്പെട്ടുള്ള വേദ
വേദഭാഗത്തിലെ ആ ക്രമം മുമ്പേ വായിച്ചു കേട്ടു. Yes, it is a serious matter. Not everybody can take part in the debate. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ അവകാശമില്ല. It is only possible for those who've been chosen and drawn to himself. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട അവന്റെ സന്നിധിയിലേക്ക് വന്നവർക്ക് മാത്രം. And we are blessed to be chosen and drawn to himself into his holy presence. നാം ദൈവസന്നിധിയിലേക്ക് അവനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. Not only chosen and drawn to his presence, we have been made priests, a royal priest. നമ്മെ വിളിച്ചു വേർതിരിച്ചു എന്ന് മാത്രമല്ല, രാജകീയ പൗരോഹിത്യം വന്നിരിക്കുകയാണ് നമുക്ക്. Under the priesthood of the Lord himself, according to the order of Melchizedek. മെൽക്കിസെദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായ ക്രിസ്തുവിനോട് ചേർന്നുള്ള പൗരോഹിത്യം. So we are so blessed to be in this presence today. We're not ordinary people. നാം സാധാരണക്കാരല്ല, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Remember Esther. എസ്തേറിനെ ഒന്ന് ചിന്തിക്കുക. Esther was Mordecai told her to go approach and talk to Ahasuerus. അഹശ്വേരോശ് രാജാവിനോട് പോയി സംസാരിക്കാനായിട്ട് മൊർദെഖായി എസ്തേറിനോട് പറയുന്നു. Esther said, "It's fearful to approach Esther because he can kill me." ഞാൻ അങ്ങനെ ഓടിച്ചെന്നാൽ ഒരുപക്ഷെ രാജാവിന് എന്നെ കൊല്ലാം, അതുകൊണ്ട് ഭയത്തോടെയേ എനിക്ക് പോകാൻ കഴിയും. We have a God who is greater and much more powerful than Ahasuerus. അഹശ്വേരോശിനേക്കാൾ വലിയവനായ അധികാരമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Anyone who is not eligible will not be able to stand in the presence of the Lord. അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ അയോഗ്യതയുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. We have been chosen and made priests and priesthood under the Lord's. ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കത്തക്ക നിലയിൽ നാം പുരോഹിതരാണ്. ആ പൗരോഹിത്യ പദവി നമുക്ക് തന്നിരിക്കുക. So now we come very much clearly into the New Testament order. നാം ആ പുതിയ നിയമ ക്രമത്തിലേക്ക് വന്നിരിക്കുക. Who are we as priests? പുരോഹിതൻ എന്നുള്ള നിലയിൽ നാം ആരാണ്? We are priests whose sins have been forgiven. പാപങ്ങൾ മോചിക്കപ്പെട്ട് കിട്ടിയവരാണ് നാം. And that is what the psalmist reminds us in verse 3. മൂന്നാം വാക്യത്തിൽ അതാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. Iniquity prevailed against me. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. In other words, the psalmist is reflecting the sins that I've done is so much. താൻ ചെയ്ത പാപങ്ങൾ എത്രയോ കഠിനമായിരുന്നു എന്നുള്ളത് ഓർക്കുക. I cannot bear it by myself or hold it within me. I cannot hold it within me. അത് എനിക്ക് തന്നെ വഹിക്കാൻ കഴിയുന്നതിനപ്പുറമായ പാപങ്ങൾ. Despite of the greatness of my sin, എന്റെ പാപത്തിന്റെ കാഠിന്യം, yet I have been forgiven. എന്നിട്ടും ദൈവം എന്നോട് ക്ഷമിച്ചു. Oh beloved, there is no big sin that God is not able to forgive. ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല. It's not about the greatness of the sin, പാപത്തിന്റെ കാഠിന്യമല്ല, but the efficacy of the work the Lord has done on the cross of Calvary. കാൽവറിയിലെ ക്രൂശിൽ കർത്താവ് ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഏത് പാപവും പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത്. Think about what David did. എന്താ ദാവീദ് ചെയ്തത്? David he writes about his own sin in 51. 51 സങ്കീർത്തനം തന്റെ അനുഭവത്തിലെ തന്റെ തെറ്റുകൾ പാപങ്ങളെ ഓർത്ത് എഴുതുന്ന സങ്കീർത്തനം. The sin that David did was a premeditated murder in the present time. ആ കാലഘട്ടത്തിലെ താൻ ചെയ്ത ആ കൊലപാതകത്തിന്റെ ചരിത്രം തന്നെ താൻ ചെയ്ത വലിയ പാപത്തെ ഓർപ്പിക്കുക. When Nathan came and reminded him, he himself proclaimed the death sentence on himself. നാഥാൻ വന്ന് ആ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ താൻ അതിന്റെ ശിക്ഷയായ മരണം അനുഭവിക്കേണ്ടവനാണെന്ന് സമ്മതിക്കുക. But when he was convicted, he broke down. എന്നാൽ അതേക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ അകന്നു. With a contrite spirit, he sought forgiveness. ദൈവാത്മാവിനാൽ അതിന്റെ ക്ഷമയ്ക്ക് വേണ്ടി നിലവിളിച്ചു. So even a condemned sinner who is meant to go to the gallows is able to be forgiven. കഴിവരത്തിലേക്ക് പോകത്തക്ക നിലയിൽ കഠിനമായ തെറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് പോലും അവിടെ പാപത്തിൽ നിന്ന് വിടുതലും മോചനവും കിട്ടുകയാണ്. That's what happened to the thief along with the Lord Jesus Christ. കർത്താവിന്റെ ക്രൂശിനപ്പുറം കിടന്ന ആ കള്ളന്റെ അനുഭവം അത് തന്നെയല്ലേ? He was condemned to die. There was no hope for him at all. അവൻ ഒരു പ്രതീക്ഷയുമില്ല, മരണത്തിന് വിധിക്കപ്പെട്ടവനാണ്. Maybe in few hours he would have died. അല്പനിമിഷം മണിക്കൂർ കഴിയുമ്പോൾ അവൻ മരിക്കേണ്ടവനാണ്. But within the small twilight time of his life, he sought forgiveness. എന്നാൽ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ താൻ തന്റെ പാപം ഏറ്റുപറഞ്ഞു കർത്താവിനോട് നിലവിളിച്ചു. And the Lord forgave him. കർത്താവ് അവനോട് ക്ഷമിച്ചു, അവനെ സ്വീകരിച്ചു. So we can deduct how the devil works on us from here, from the scripture here. ഈ തിരുവെഴുത്തിന്റെ വേദഭാഗത്തൂടെ പിശാച് ഏത് നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നും കാണാം. Yes, he tempts us to fall in sin. പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. He attracts us, he appeals to our eyes and minds with the things of this world. ലോകത്തിലെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെയും കണ്ണിനെയും കേന്ദ്രീകരിക്കുന്നു. And he draws us and lures us into his own trap. തന്റെ കെണിയിലേക്ക് വീണു പോകത്തക്ക നിലയിൽ നമ്മെ അവൻ പിടിച്ചുകൊണ്ട് പോകുന്നു. And knowingly we fall into his tactics. നാം പതിയെ ആ തന്ത്രങ്ങളിൽ വീണു പോവുകയും ചെയ്യുന്നു. And knowingly we commit things that are not meant right for us as God's people. ദൈവജനം എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അങ്ങനെ നാം ചെയ്തു പോകുന്നു. And then there is a next step that the devil does. Then there's the next step that the devil does.
അടുത്ത കാര്യം പിശാച് ചെയ്യുന്നത്, he wants you to end your life without seeking forgiveness. അതിന്റെ ക്ഷമ ചോദിക്കാതെ ആ പാപത്തിന് പരിഹാരം വരുത്താതെ തന്നെ മരിക്കാനായിട്ട്, ജീവിതം അവസാനിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. You take any sin in this world, ഈ ലോകത്തിലെ ഏത് പാപവും, it might start as a small sin, ചെറിയ ചെറിയ പാപങ്ങളിൽ ആരംഭിക്കുന്നത്, but it escalates into something that can destroy our life. നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കത്തക്ക നിലയിൽ അത് എത്തിച്ചേരും. Depression, loneliness, sickness, and all these follow through the sins that we commit. നാം ആ നിലയിൽ ചെയ്യുന്ന പാപങ്ങളാണ് ഒരുപക്ഷെ നിരാശയിലേക്ക്, ഏകാന്തതയിലേക്ക്, ദൈവസന്നിധിയിൽ വീണു പോകുന്നതിലേക്ക് ഒക്കെ കൊണ്ടെത്തിക്കുന്നത്. End us up into a point where we cannot think rationally. നമുക്ക് പിന്നീട് യുക്തിപരമായി ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. Mental health is one of the largest sickness in this present world. ഈ ലോകത്തിൽ കഠിനമായ രോഗാവസ്ഥയിലേക്ക് വന്ന് വീണു പോകുകയാണ്. Not able to think rationally or consider your own sin before the Lord. ദൈവമുമ്പാകെ ആ പാപത്തെ അനുഭവിച്ച് ഏറ്റുപറയാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. When you die or when your life ends without sins being forgiven, then we need to stand before the judgment of the Lord. നാം അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഒരു പരിഹാരം വരുത്താതെയാണ് കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ, this is what happened to Judas. യൂദായ്ക്ക് അതാ സംഭവിക്കുന്നത്. Judas was one of the disciples. കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. He had all the privilege of knowing the Lord and understanding who he is. കർത്താവിനെ അറിയാൻ, താൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ സന്ദർഭവും ലഭിച്ചവനാണ്. But think about the sin that he committed. എന്നാൽ താൻ ചെയ്ത പാപം എന്താണ്? He betrayed the Lord. താൻ കർത്താവിനെ കാണിച്ചു കൊടുത്തു, ഒറ്റ കൊടുത്തു. Following that, Peter denied the Lord. പത്രോസ് കർത്താവിനെ പിൻപറ്റുവാനിടയായി. Betrayal and denial, we can categorize them into one type of sin. അത് കാണിച്ചു കൊടുത്തതും അങ്ങനെ ഒറ്റ കൊടുത്തതുമായ കാര്യങ്ങളൊക്കെ പാപമാണ് എന്ന് നമുക്കറിയാം. Peter sought forgiveness and he received forgiveness. എന്നാൽ പത്രോസ് തള്ളിപ്പറഞ്ഞെങ്കിലും ക്ഷമയ്ക്കായിട്ട് യാചിച്ചു, അതിന് ക്ഷമ കിട്ടി. He was restored back to the fellowship. എന്നാൽ പത്രോസ് ആ നിലയിൽ കൂട്ടായ്മയിലേക്ക് മടങ്ങി വന്നു. But Judas, the guilt that he bore after betraying the Lord was so heavy upon him that his mind has lost its ability to think. എന്നാൽ യൂദയെ സംബന്ധിച്ച് താൻ ചെയ്ത ആ തെറ്റിന്റെ ഗൗരവം തന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും അതേക്കുറിച്ചൊരു കുറ്റബോധം വരുന്ന അവസ്ഥയിലേക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തവനായി തീർന്നു. Judas is the only person in the Word of God that is explicitly said that he was damned for eternity. അവൻ നിത്യതയിലേക്ക്, ആ നാശത്തിലേക്ക് പോയ ഒരു വ്യക്തിയായിട്ട് പറയപ്പെട്ട ഏക വ്യക്തിയായി യൂദയെ നമുക്ക് കാണാം. The Lord in his prayer in John chapter 17 mentioned about Judas whom he loved. യൂദയെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. Why he didn't seek forgiveness? അവൻ ക്ഷമ ചോദിച്ചില്ല, ചെയ്ത തെറ്റിന് പരിഹാരം വരുത്തിയില്ല. Do you think that the Lord would not have forgiven him? ദൈവത്തിന് അവനോട് ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ലേ? Or if he forgave Peter, he would have forgiven Judas, however bad he was. പത്രോസിനോട് ക്ഷമിച്ച അതേ കർത്താവിന് യൂദാസ് ചെയ്തത് എത്ര വലിയ തെറ്റാണെങ്കിലും ക്ഷമിക്കാൻ കഴിയുമായിരുന്നു. This is what the devil does. ഇതാണ് പിശാച് ചെയ്യുന്നത്. End our life before we can seek for forgiveness. ചെയ്ത തെറ്റുകളെ ഏറ്റുപറഞ്ഞൊരു പരിഹാരം വരുത്താനുള്ള സമയം തരാതെ തന്നെ മാറ്റപ്പെടുവാൻ അവസരം ഒരുക്കുക. So let me put it this way. നമുക്കത് ഇങ്ങനെ പറയാം. The biggest sin is the smallest sin that is not forgiven. നാം ചെയ്ത തെറ്റുകൾ ചെറുതാണെങ്കിലും അതിനൊരു പരിഹാരം വരുത്താതെ പോകുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. That is the biggest sin that we can hold on to ourselves. അതാണ് നാം ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ തെറ്റ്. But every sin, imagine whatever it might be, can be forgiven, will be forgiven by the work the Lord has done there on the cross. കർത്താവ് ക്രൂശിൽ ചെയ്ത പാപപരിഹാര ബലിയിലൂടെ നാം ചെയ്ത തെറ്റുകൾ എത്ര വലുതുമായിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തയ്യാറായാൽ ക്ഷമിക്കാൻ മതിയായതാണ്. That's the efficacy of the work the Lord has done. അതാണ് കർത്താവ് ചെയ്ത പ്രവൃത്തിയുടെ ഫലം. So may the Lord help us to imagine into our own life. നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി തന്നെ ചിന്തിക്കാൻ ദൈവം സഹായിക്കട്ടെ. Any matter that needs to be forgiven, നാം ചെയ്ത തെറ്റുകൾ ദൈവത്തോട് ക്ഷമ ചോദിച്ച് പരിഹരിക്കപ്പെടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ let us seek forgiveness from the Lord. കർത്താവിൽ നിന്ന് ക്ഷമയ്ക്കായിട്ട് യാചിക്കാം. The Lord does not want us to stay away from his table. തന്റെ മേശയിൽ നിന്ന് അകന്നിരിക്കുക എന്നുള്ളതല്ല ദൈവം നമ്മെ കുറിച്ച് He wants ആഗ്രഹിക്കുന്നത്. us to examine and check for ourselves, seek forgiveness where forgiveness is needed, restore fellowship with brothers or sisters, and be found around the table. നാം നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ദൈവത്തോടോ പരസ്പരമോ ഉള്ളത് ആയിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. We'll come up to verse 1 now. ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരാം. Grace awaited for thee, O Lord. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. Now we're coming into that
priestly duties that we are meant to be doing. നാം ചെയ്യേണ്ട പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. Grace awaited for thee, and notice the way the language of the scripture here. 65 verse 1. 65 verse 1. ദൈവമേ സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. Okay. I'm not sure how well Malayalam is, but here in English, grace is waiting. നാം അർപ്പിക്കുന്ന സ്തുതിയും സ്തോത്രവും സ്വീകരിക്കാൻ ദൈവം കാത്തിരിക്കുക. In other words, just our presence here is bringing forth the thanksgiving and praises that he deserves. നാം ഇവിടെ ചെയ്യുന്ന സ്തുതിയും സ്തോത്രവും ആരാധനയും നന്ദിയുടെ ശബ്ദങ്ങളും സ്വീകരിക്കാൻ നമ്മുടെ കർത്താവ് കാത്തിരിക്കുക. Our presence here itself is thanksgiving to the Lord. നാം ഇവിടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് തന്നെ ദൈവത്തിന് നാം കൊടുക്കുന്ന നന്ദിയാണ്. And the thought of waiting is to remain in silence. അവിടെ കാത്തിരിക്കുക എന്ന് പറയുന്നത് നിശബ്ദനായിട്ടിരിക്കുക എന്നുള്ള ഒരു അനുഭവം അവസ്ഥ. The thought is, what is it that I can say to this creator who saved me? എന്നെ രക്ഷിച്ച ദൈവത്തിന് എനിക്ക് എങ്ങനെ ഇത് കൊടുക്കാൻ കഴിയുന്നത്? I can only shut my mouth and stand in his presence in awe and wonder why he saved me. ദൈവത്തിന്റെ സന്നിധിയിൽ മൗനമായി ഇരുന്ന് എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാനായിട്ട് കഴിയും. And you brothers and sisters, beloved, this is what we did. ഇതാണ് നാം ചെയ്യുന്നത്. You know, the sisters with their head cover in silence, they sat before the presence of the Lord. സഹോദരിമാർ തലയിൽ മൂടുപടം ഇട്ടുകൊണ്ട് മൗനമായിട്ടിരുന്ന് ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുക. We had around a handful of brothers who stood up and gave thanks. സഹോദരന്മാർ ചിലർ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് സ്തോത്രം പറയുക. The rest of us all sat down in silence and then said amen to the thanksgiving that the brothers. ബാക്കിയുള്ളവർ മൗനമായിട്ടിരുന്നത് ആ കേൾക്കുന്ന കാര്യത്തോട് ചേർന്ന് ആമേൻ പറഞ്ഞ് മൗനമായി ദൈവത്തിന് സ്തുതി അർപ്പിക്കുക. So we were all in silence. The majority of us were in silence, waiting where praise has been given unto us, praise has been rendered unto him. നാം നല്ലൊരു പങ്കാളികളും ആ നിലയിൽ ദൈവസന്നിധിയിൽ മൗനമായിട്ടിരുന്നു കൊണ്ട് തന്നെ ദൈവത്തിന് സ്തുതി അർപ്പിക്കുക. And there were few brothers who were able to articulate words, put words together and lift us up in thanksgiving to his holy presence. സഹോദരന്മാരിൽ ചുരുക്കം ചിലർ മാത്രം എഴുന്നേറ്റ് നിന്ന് വാക്കുകൾ ഉപയോഗിച്ച് ആ നിലയിൽ ദൈവസന്നിധിയിൽ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദങ്ങൾ ഉയർത്തുകയാണ്. And this is something, and they have done this on behalf of all of us. നമുക്കെല്ലാവർക്കുമായാണ് അവരത് ചെയ്യുന്നത്. And when is the place that the Lord desired to be? ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം സിയോൻ. In the present time, this is the place the Lord is desiring to be. ദൈവം ഇന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഇത് ദൈവസഭ. And as we came together, we were already sounding our thanksgiving, our gratitude to our Lord. നാം ഇങ്ങനെ ഒന്നിച്ച് കൂടി വരുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന് നന്ദിയുടെയും സ്തുതിയുടെയും ശബ്ദങ്ങൾ ഉയർത്തുകയാണ്. And few brothers stood up and spoke on our behalf. നമുക്ക് പകരമായി നമ്മെ പ്രതിനിധീകരിച്ച് ചുരുക്കം സഹോദരങ്ങൾ അത് ചെയ്യുന്നു. We all sounded the amen together. നമ്മളെല്ലാം ചേർന്ന് ആമേൻ പറയുന്നു. So perhaps I might have a word to the older brothers and brothers who give thanks. ചിലപ്പോൾ ചില സഹോദരന്മാർ ആ നിലയിൽ എഴുന്നേറ്റ് സ്തോത്രം പറയുന്നു. Perhaps a word to the brothers who give thanks. ചിലപ്പോൾ ചിലരോട് സ്തോത്രം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. Thanksgiving is not a personal, or it is not my own thanksgiving. It is a thanksgiving that is on behalf of the sisters and the brothers who are in silence. അങ്ങനെ ദൈവസന്നിധിയിൽ ഒരു സഹോദരൻ സഭയെ പ്രതിനിധീകരിച്ച് സ്തോത്രം അർപ്പിക്കുമ്പോൾ കേവലം ആ വ്യക്തി മാത്രം ചെയ്യുന്നതല്ല, പൊതുസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുക. It's a priestly duty the brothers doing. അതാണ് സഹോദരന്മാർ ചെയ്യുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു ഭാഗം. So it is important that the brothers need to distribute this task to every able brothers who are able to stand up and give thanks. എഴുന്നേറ്റ് നിന്ന് ആ നിലയിൽ പരസ്യമായിട്ട് ശുശ്രൂഷകൾ ചെയ്യുവാൻ പ്രാപ്തന്മാരായ സഹോദരന്മാരെ അതുകൊണ്ട് സഭ ആ ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നു. It is an opportunity for the young believers, young brothers, to stand up and give thanks. ചെറുപ്പക്കാരായ സഹോദരന്മാർക്കും ആ നിലയിൽ എഴുന്നേറ്റ് സ്തോത്രം പറയാൻ അവസരമുണ്ട്. This is where responsibility begins, particularly for the young people. ചെറുപ്പക്കാരെ സംബന്ധിച്ച് ആ നിലയിൽ സഭയിൽ ചെയ്യാൻ ശുശ്രൂഷകൾ ഉള്ളത് ഈ നിലയിൽ ചെയ്ത് നമുക്ക് ആരംഭിക്കാം. So let us not insist that I should give thanks and I should take up the opportunity to give thanks alone. ഞാൻ മാത്രം അത് ചെയ്യുക, ഞാൻ എന്നെ തന്നെ ഞാൻ മാത്രമായി ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാതിരിക്കുക. In a gathering like this where we are many in number, ധാരാളം ആളുകളുള്ള ഇതുപോലുള്ള നമ്മുടെ കൂടിവരവുകളിൽ it is only sensible that this responsibility is distributed across all capable brothers who are able to stand up and give thanks. എഴുന്നേറ്റ് നിന്ന് സ്തുതിയും സ്തോത്രവും പറയുവാൻ പ്രാപ്തന്മാരായ സഹോദരന്മാരെ എല്ലാവരെയും അത് ഏൽപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. In the presence of the Lord, to allow the Spirit of God to rise in thanksgiving. ദൈവസന്നിധിയിൽ ദൈവാത്മാവിനാൽ എഴുന്നേറ്റ് സ്തോത്രം പറയുവാൻ കഴിയുക. Not insisting that I must give and I should give thanks. ഞാൻ തനിയെ ചെയ്യുക, ഞാൻ മാത്രം ചെയ്യുക എന്നുള്ളതല്ല. It is a corporate thanksgiving. അത് ഒന്നിച്ചു ചേർന്നുള്ള സ്തുതിയും സ്തോത്രവും. What we give thanks is on behalf of everyone.
നാം അങ്ങനെ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുമ്പോൾ സഭയ്ക്ക് വേണ്ടിയാണ്. So we can see all the elements of the New Testament is contained in this chapter. ഈ 65-ാം സങ്കീർത്തനത്തില് ആ നിലയിൽ ദൈവസഭയോട് ബന്ധപ്പെട്ട് വേണ്ട ഘടകങ്ങളെല്ലാം ഉണ്ട് എന്ന് കാണാം. So let me put it all together and construct what the psalmist is here saying. ഞാനിത് ഒന്ന് എടുത്തു പറഞ്ഞ് ഇവിടെ എന്താ സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. It is about God's people who give thanks to the Lord. ദൈവജനം ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന് നന്ദി പറയുന്ന കാര്യം. It is about people, God's people whose sins have been forgiven. പാപത്തിന് മോചനം ലഭിച്ച ദൈവജനം ഒന്നിച്ചു കൂടി വന്ന്. It is about people who've been redeemed by the work of the Lord. കർത്താവ് ചെയ്ത പ്രവൃത്തിയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം. And it is about people who are laboring in His field. തന്റെ വയലിൽ അധ്വാനിക്കുന്ന ദൈവജനത്തോടുള്ള ബന്ധത്തിൽ. And the Lord has now given us a new year. നമുക്ക് ദൈവം ഒരു പുതുവർഷം തന്നിരിക്കുന്നു. And the Lord has blessed the new year for us. നമുക്ക് ഒരു പുതുവർഷം അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു. And in a sense, Puduppally Assembly commenced the year with the gospel work. സുവിശേഷ പ്രവർത്തനം ചെയ്തു തന്നെ ഈ പുതുവർഷം ആരംഭിക്കാൻ നമുക്ക് and proclaim the Lord Jesus Christ as the only Savior of sinners. യേശുക്രിസ്തു മാത്രം രക്ഷിതാവെന്ന് അവിടെ വിളിച്ചു പറയാനല്ലേ. Oh, the liberty that we have in our land. നമ്മുടെ ദേശത്ത് നമുക്കുള്ള സ്വാതന്ത്ര്യം എത്ര വലുത്. Despite of all the bad news that we hear around us. നമ്മൾ അവിടെ ഇവിടെ കേൾക്കുന്ന മറ്റു പല വാർത്തകളുടെയും ഇടയിൽ തന്നെ നമുക്കുള്ള വലിയ സ്വാതന്ത്ര്യം. And I can only say the Lord is working and He is in control of ദൈവം പ്രവർത്തിക്കുന്നു. സകലത്തിന്റെയും നിയന്ത്രിതാവ് ദൈവം തന്നെയാണ്. And He has blessed us with a new year where He is going to fulfill His plan. തന്റെ പദ്ധതികൾ നിറവേറ്റുന്ന ഒരു പുതിയ വർഷം നമുക്ക് തന്ന ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. Just as how Boaz came to his field and looked around, he checked around of everybody in the field. വയലിലേക്ക് ഇറങ്ങി ചെന്ന് ചുറ്റുപാടും നോക്കി അതിന്റെ ആവശ്യങ്ങൾ കാണുക. And then his eyes fell upon Ruth. അവിടെ രൂത്തിനെ കാണാൻ കഴിയും. It's not that Boaz did not know about Ruth. രൂത്തിനെ ബോവസിന് അറിയില്ലായിരുന്നു. But it was more about to find out whether his workers knew about Ruth. അവന്റെ ആളുകളെ വിട്ട് അവളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. Just like that, we're going to have people being brought into this assembly. അങ്ങനെ തന്നെയാണ് സഭയിലേക്ക് നമ്മിലൂടെ ആളുകൾ വരാനിടയാകുന്നത്. It is the Spirit of God who is going to convict and to speak to the hearts and minds of those with whom we spoke yesterday and the week before. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തതുപോലെ സുവിശേഷം മറ്റുള്ളവരോട് ചെന്ന് പറയുക. പറയുമ്പോൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കേണ്ടത് ദൈവമാണ്, ദൈവത്തിന്റെ ആത്മാവ്. We sowed the seed of the word of God yesterday. ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുക. And we came off. നാം മടങ്ങി വരുന്നു. And as a farmer who goes back, we would go back to see how the plants are growing. ഒരു കൃഷിക്കാരനെ പോലെ വീണ്ടും ചെന്ന് എത്രമാത്രം അതവിടെ വളരുന്നുണ്ട്, ഫലം പുറപ്പെടുവിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുക. This is what the Lord expects. We need to go back to where we went yesterday and into my party. കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ എവിടെയോ അവിടെ വീണ്ടും ചെന്ന് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നാം കടപ്പെട്ടവരാണ്. Knock on the doors that we went and left out those tracts. ഒരിക്കൽ ചെന്ന ട്രാക്ട് ഒക്കെ കൊടുത്തു അതുകൊണ്ട് അവസാനിപ്പിച്ചു പോയല്ല. And look for ourselves whether the seed is germinating. അവിടെ വിതച്ച വിത്ത് അത് മുളയ്ക്കുന്നുണ്ടോ എന്ന് നാം നോക്കണം. And the blessing here is that God is going to allow these seed to germinate. ദൈവമാണ് ആ വിത്തുകൾ മുളയ്ക്കത്തക്ക നിലയിൽ അനുവദിക്കുന്നതും പ്രവർത്തിക്കുന്നതും. This is the blessing that the Lord is giving to us this year. ഈ വർഷം ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അതാണ്. To see for ourselves these word that has been scattered sprouting and taking root and some being gathered into our അവിടെ വിതയ്ക്കപ്പെടുന്ന വിത്തുകൾ മുളയ്ക്കുവാൻ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവസഭയ്ക്ക് മുതൽക്കൂട്ടായി തീരുവാൻ കഴിയത്തക്ക നിലയിൽ പ്രവർത്തിക്കാൻ. And so we come to verse 11. 11ാമത്തെ വാക്യത്തിലൂടെ Thou crownest the year. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. The Lord has blessed this year for us. ഈ വർഷം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു. We've already experienced this blessing in the last 1 month. കഴിഞ്ഞ ഒരു മാസം ഈ ഒന്നാമത്തെ മാസം അനുഗ്രഹം ഒരളവിൽ അനുഭവിക്കാനിടയായി. And there is 11 months more before us. നമുക്ക് മുമ്പിൽ ഇനിയും നീണ്ട 11 മാസങ്ങൾ. And He's going to abundantly shower more blessings. കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുവാൻ ഉള്ള കാലം. And for us to enter into that benefit of those blessings, we need to be at the brook church. നാം ആ ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങളുടെ ആ നന്മയും അവകാശവും അനുഭവിക്കത്തക്ക നിലയിൽ ഗരീത്തിന്റെ അനുഭവത്തിൽ തന്നെ ആയിരിക്കുക. Brothers and sisters, young boys and young girls, going out with the gospel message. സുവിശേഷവുമായിട്ട് പുറത്തു പോവുക സഹോദരങ്ങളെ. It was lovely to see the sisters with their head covered as we preached the gospel yesterday. ഇന്നലെ സഹോദരിമാരും നിന്ന് സുവിശേഷ പ്രവർത്തനത്തിൽ സാക്ഷ്യം വഹിക്കാനിടയായി. Once and just a walkway we stood and preached the gospel. പോയ വഴിക്ക് സുവിശേഷം പ്രസംഗിക്കാനിടയായി. And that is the labor that we do together for our Lord. കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന അധ്വാനം. And as we labor, the Spirit of God is going to germinate the seed that is. നാം ചെയ്യുന്ന അധ്വാനങ്ങളുടെ ഫലമായി വിതയ്ക്കുന്ന വിത്തുകൾ മുളപ്പിക്കുന്നതും ഫലം പുറപ്പെടുവിക്കുന്നതും ദൈവമാണ്. And we have the liberty and the freedom for some to be brought into our company.
നമ്മുടെ കൂട്ടത്തിലേക്ക് ചിലരെ കൊണ്ടുവരുന്നതിൽ നമുക്കുള്ള ആ സ്വാതന്ത്ര്യം അത് നമുക്ക് Oh, ഉപയോഗിക്കാം. may the Lord bless this year for us. ദൈവം ഈ വർഷം നമുക്ക് അധികമായി അനുഗ്രഹിച്ചു നൽകട്ടെ. Bless that we as His people will gather the goodness that falls in this gathering of God's people. ദൈവജനം കൂടി വരുന്ന ഈ കൂടിവരവിൽ ദൈവത്തിന്റെ സകല നന്മകളും ദൈവം പൊഴിച്ചു തരുന്ന അനുഭവിക്കാൻ കഴിയട്ടെ. We can be confident that He will send His raiment day after day to meet our physical needs. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി അതത് ദിവസം ആവശ്യമായ കാക്കകളെ ദൈവം അയച്ചു തരുമെന്നുള്ള പൂർണ്ണ You don't need to worry where the ravens came from. എവിടുന്ന് കാക്ക വരുമെന്ന് ഓർത്ത് വ്യാകുലപ്പെടണ്ട. How did the raven get that bread? എങ്ങനെ അപ്പം അതിന് കിട്ടും വ്യാകുലപ്പെടണ്ട. That is the Lord's affair. അത് കർത്താവിന്റെ വഴി. But we guarantee that He will bring and provide for us while we are still waiting for His coming. നാം കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റി തരുവാൻ ദൈവം മതിയായവനാണെന്ന് വിശ്വസിക്കുക. May the Lord bless this psalm to each one of us and for this year as we move into the new month. നാം ഈ വർഷത്തിന്റെ പുതിയൊരു മാസത്തിലേക്ക്, പുതിയ മുമ്പോട്ടുള്ള നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിലെ ആലോചനകൾ നമുക്കൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാക്കി ദൈവം തീർക്കട്ടെ. I also pray the Lord bless us all. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.